എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി, അതായത് കേരള സർവകലാശാല ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഏറ്റവും ആദ്യം തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച വിവരം അപ്ഡേറ്റ് ചെയ്തത് നമ്മുടെ ചാനലാണ്. വിദ്യാർത്ഥികൾക്ക് വാക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നാലും എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക, പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുകയെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമുക്കിതിനെ ഈ വീഡിയോയിലേക്ക് പോകാം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികളിലേക്ക് ഏറ്റവും ആദ്യം തന്നെ വിവരം അപ്ഡേറ്റ് ചെയ്യാൻ നമ്മുടെ ചാനലിനെ കൊണ്ട് സാധിച്ചു. അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കാൻ നോക്കാം. കേരള യൂണിവേഴ്സിറ്റി, അതായത് കേരള സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം FYUG CAP 2024 എന്ന ലിങ്ക് അതിൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി അലോട്ട്മെൻറ്റ് ലഭിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് ജനറൽ കാറ്റഗറിക്ക് 1850 രൂപയും SC/ST കാറ്റഗറിക്ക് ഏതാണ്ട് എത്രയായിരുന്നു, 1000 സംതിങ് രൂപയാണ് അവർക്ക് വരുന്നത്. 900 സംതിങ് രൂപയാണ് അവർക്ക് വരുന്നത്. ഇത് വിദ്യാർത്ഥി ഓർത്തിരിക്കുക. ജനറൽ കാറ്റഗറിക്ക് 1850, SC/ST കാറ്റഗറിക്ക് 900 സംതിങ്ങുമാണ് വരുന്നത്. ഈ തുക നിങ്ങൾ മാൻഡറ്ററി ഫീ ആയി നൽകേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും പെർമനൻറ്റ് അഡ്മിഷൻ, അത് സ്ഥിര പ്രവേശനമാണ് നേടേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായി ലഭിച്ചെങ്കിൽ നിങ്ങൾ നിർബന്ധമായും സ്ഥിര പ്രവേശനം, പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ അതിന് താഴേക്കോ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം തേർഡ് അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. ഇനിയൊരു ഫോർത്ത് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ഫോർത്ത് അലോട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ സ്ഥിര പ്രവേശനം, അതായത് പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ ഏതായാലും അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ കോളേജിലൊന്ന് തിരക്കിയാൽ മതിയാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ എന്ത് ചെയ്യും, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, കണക്റ്റ് അസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയെ കോൺടാക്റ്റ് ചെയ്യാനുള്ള മുഴുവൻ ഡീറ്റെയിൽസും, അതായത് Gmail, ഫോൺ നമ്പർ, ലാൻഡ് ഫോണ് എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. എല്ലാം നിങ്ങൾക്ക് അതിൽ വിളിച്ച് കൃത്യമായ വിവരങ്ങൾ തിരക്കാൻ സാധിക്കുന്നതാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ അറിയാത്തതിന് കാരണം തേർഡ് അലോട്ട്മെൻ്റ് അല്ലേ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഫോർത്ത് അലോട്ട്മെൻറ്റ് എന്നൊരു അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റൂ. ഇനി ഫോർത്ത് അലോട്ട്മെൻറ്റ് ഇല്ല, ഡയറക്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിർബന്ധമായും സ്ഥിര പ്രവേശനം നേടേണ്ടി വരും. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റോ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അഡ്മിഷൻ എടുക്കാൻ എടുക്കാനല്ല, നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇഷ്ടമില്ലാത്ത സ്കൂളാണ്, ഇപ്പോൾ അങ്ങനെ ടെമ്പററി എടുക്കാൻ പറ്റില്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത സ്കൂൾ, ഇഷ്ടമില്ലാത്ത കോഴ്സാണ് കിട്ടിയെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും സ്പോട്ട് അഡ്മിഷനും വലിയ കിടപ്പുണ്ട്. കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. പുതിയ കാണാം. അതുവരേക്കും ബൈ. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.